വയനാട് മാനന്തവാടി നഗരസഭയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്ക് മാനന്തവാടി നഗരസഭയുടെ പേരിൽ അഭിവാദ്യമർപ്പിച്ച് ബാനറും പോസ്റ്ററും വെച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മാനന്തവാടിയിലെ നഗരസഭയുടെ പേരിൽ മാനന്തവാടി പട്ടണം നിറച്ചും ബോർഡ് വെച്ചിരിക്കുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് ഔദ്യോഗികമായി ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. ആശംസകളോടെ മാനന്തവാടി നഗരസഭ, അതും നഗരസഭയുടെ പാനലിൽ ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. ടൗൺ ആകമാനം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡിൻ്റെ അകത്ത് വളരെ കൃത്യമായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നമുണ്ട്, കോൺഗ്രസിന്റെ കൊടിയുണ്ട്, മുസ്ലിം ലീഗിന്റെ ചിഹ്നമുണ്ട്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് UDFന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ബോർഡാണ് മാനന്തവാടി പട്ടണം നിറച്ചുള്ളത്. ഞങ്ങളിപ്പോൾ എണ്ണിയപ്പോൾ തന്നെ ഏതാണ്ട് 11 ബോർഡുകൾ ഞങ്ങൾ കണ്ടു. അതിനപ്പുറത്തേക്ക് എത്ര ഉണ്ടെന്ന് അറിയില്ല. 11 ബോർഡ് ഈ കാണുന്ന എരുമത്തെരുവ് തൊട്ട് ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലത്ത് 11 ബോർഡുകൾ കാണാൻ വേണ്ടി കഴിയും. നഗരസഭാ സെക്രട്ടറിയെ വിളിച്ച സമയത്ത് നഗരസഭാ സെക്രട്ടറി പറയുന്നത് ചെയർമാൻ വെച്ചതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ചെയർമാന് സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ കഴിയുന്നതാണോ മാനന്തവാടി നഗരസഭയുടെ പേര്? ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇങ്ങനെ രാഷ്ട്രീയപരമായി എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക? മുഴുവൻ ആളുകളും അതുമായി ബന്ധപ്പെട്ട് ഒരു ആലോചന നടത്തേണ്ടതുണ്ട്. ഇതുപോലുള്ളൊരു നഗരസഭ, മാനന്തവാടിയിലെ പോലുള്ളൊരു നഗരസഭ, കുത്തഴിഞ്ഞ രൂപത്തിൽ കഴിഞ്ഞ കാലം അത്രയും പ്രവർത്തിച്ച ഒരു നഗരസഭ, ഇപ്പം നാട്ടിൽ ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കുട്ടി, ഇപ്പോൾ സംസ്ഥാന കലോത്സവം നടന്നു, ആ കലോത്സവത്തിൽ ജയിച്ച ഒരു കുട്ടീന്റെ ഫോട്ടോ പോലും ഒരു ഫ്ലക്സ് അടിച്ച് അങ്ങാടിയിൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാനന്തവാടിയിൽ നിന്ന് നിരവധിയായ ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ വിജയിച്ചു വന്നു. പക്ഷെ ഒരു ഫ്ലക്സ് പോലും മാനന്തവാടി നഗരസഭ വെച്ചിട്ടില്ല. നേരെ മറിച്ച് UDFന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലക്സുകൾ ടൗൺ എമ്പാടും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ഒരു കാരണവശാലും നഗരസഭക്ക് തോന്നുന്നത് പോലെ ഉപയോഗിക്കാനുള്ളതല്ല, കോൺഗ്രസിന് തോന്നുന്നത് പോലെ, ലീഗിന് തോന്നുന്നത് പോലെ ഉപയോഗിക്കാനുള്ളതല്ല മാനന്തവാടി നഗരസഭയുടെ പേര് എന്ന ബോധ്യത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രതിഷേധം DYFI ഉയർത്തിക്കൊണ്ടുവരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.